എല്ലാ ദിവസവും അതിരാവിലെ ദൈവത്തിൻ്റെ തിരുവചനം ഭാഗ്യവചനധാരയായി നിങ്ങളിലേക്ക് ഒഴുകിയിറങ്ങുന്നു. ഭാഗ്യവചനധാര എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന തിരുവചന സന്ദേശങ്ങൾ യഥാസമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവതിരുനാമം മഹത്വപ്പെടുവാറാകട്ടെ. ഭാഗ്യവചനധാരയിലെ എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. യുവതീ യുവാക്കളെ, കൗമാരക്കാരായ നിങ്ങൾ അവസരങ്ങളും വെല്ലുവിളികളും സ്വയം കണ്ടെത്തലും നിറഞ്ഞ ജീവിതത്തിലെ ഒരു നിർണായക ഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത്. വിശ്വാസത്തോടും ആത്മവിശ്വാസത്തോടും ലക്ഷ്യബോധത്തോടും കൂടി ജീവിക്കാൻ നിങ്ങളെ സഹായിക്കുന്നതിന് ബൈബിൾ ജ്ഞാനവും മാർഗനിർദ്ദേശവും നൽകുന്നു. 1 തീമോത്തി 4:12 അനുസരിച്ച്, ആരും നിന്റെ യൗവനം തുച്ഛീകരിക്കരുത്. വാക്കിലും നടപ്പിലും സ്നേഹത്തിലും വിശ്വാസത്തിലും നിർമ്മലതയിലും വിശ്വാസികൾക്ക് മാതൃകയായിരിക്കുക. നിങ്ങളുടെ പ്രായം കണക്കിലെടുക്കാതെ മറ്റുള്ളവരെ ക്രിയാത്മകമായി സ്വാധീനിക്കാൻ നിങ്ങൾക്ക് ശക്തിയുണ്ട്. യിരെമ്യാവ് 29:11 നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവ എന്ന് ഞാൻ അറിയുന്നു. അവ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രയുള്ള നിരൂപണങ്ങൾ എന്ന് യഹോവയുടെ അരുളപ്പാട്. നിങ്ങളുടെ ജീവിതത്തിനായി ദൈവത്തിന് ഒരു അതുല്യമായ പദ്ധതിയുണ്ടെന്ന് വിശ്വസിക്കുക. അവൻ നിങ്ങളെ ഓരോ ഘട്ടത്തിലും നയിക്കും. ജീവിതം കഠിനമായിരിക്കാം, പക്ഷേ യെശയ്യാവ് 41:10 നമ്മെ ആശ്വസിപ്പിക്കുന്നു. നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എന്റെ നീതിയുള്ള വലങ്കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. നിങ്ങൾ ഒറ്റയ്ക്കല്ല, ദൈവം എപ്പോഴും നിന്നോട് കൂടെയുണ്ടെന്നും മനസ്സിലാക്കുക. സദൃശ്യവാക്യങ്ങൾ 13:20 ഉപദേശിക്കുന്നു. ജ്ഞാനികളോട് കൂടെ നടക്ക, നീയും ജ്ഞാനിയാകും. ഭോഷന്മാർക്ക് കൂട്ടാളിയായവനോ വ്യസനിക്കേണ്ടി വരും. നിങ്ങളെ പ്രചോദിപ്പിക്കുകയും ഉയർത്തുകയും ചെയ്യുന്ന ആളുകളുമായി നിങ്ങൾ കൂട്ടുകൂടുക. സ്നേഹം, ദയ, ക്ഷമ എന്നിവയിൽ അധിഷ്ഠിതമായ ബന്ധങ്ങൾ വളർത്തിയെടുക്കുക. എഫേസ്യർ 2:10 പറയുന്നു, നാം അവന്റെ കൈപ്പണിയായി സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തു യേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു. നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു അതുല്യമായ ലക്ഷ്യമുണ്ട്. അത് കണ്ടെത്താൻ ദൈവം നിങ്ങളെ നയിക്കും. ഫിലിപ്പിയർ 4:13 എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. ദൈവത്തിന്റെ ശക്തിയാൽ നിങ്ങൾക്ക് ഏത് പ്രതിബന്ധങ്ങളെയും തരണം ചെയ്യുവാനും നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടാനും കഴിയും. നാളെയുടെ വാഗ്ദാനങ്ങളും നമ്മുടെ നാടിന്റെ ശില്പികളും ആയ യുവാക്കളായ നിങ്ങൾ ശക്തിയും ധീരതയും കൈവിടാതെ സത്യസന്ധതയോടെ നന്മ തിന്മകൾ തിരിച്ചറിയുവാൻ പരിശ്രമിച്ച് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുന്നവരും ദൈവവചനത്തെക്കുറിച്ച് അറിവുള്ളവരും ആകുമ്പോൾ മാതാപിതാക്കളെ വേദനിപ്പിക്കാത്ത, സമൂഹത്തെ ബഹുമാനിക്കുന്ന ആത്മീയ ചൈതന്യമുള്ളവരായി മാറും. ഇങ്ങനെ മാതൃകാപരമായ ജീവിതം നയിക്കുവാൻ ഇടയാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.